സുഖമാണീ നിലാവ് എന്തു സുഖമാണീ കാറ്റ് മിന്നടി മിന്നടി മിന്നാമിനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണെ ചെറാതുകൾ തോറും നീത്തിയോർമകൾ. സീസണിലെ ഓരോരുത്തരായിട്ട് ഞാൻ കുറച്ച് പേര് പറയാം. ഇവരെ കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത്? ആൻഡ് ഇവർക്ക് ഇപ്പം അരവിന്ദന് ഏത് പാട്ടെങ്കിലും പാടി കൊടുക്കാൻ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? നമുക്ക് ഫസ്റ്റ് തന്നെ ചിത്രാമ്മയിൽ തന്നെ തുടങ്ങാം. ചിത്രാമ്മയെ കുറിച്ചിട്ട് എന്താണ് അരവിന്ദന് പറയാൻ? ചിത്രാമ്മയെ പറ്റി നമുക്ക് ചിത്രാമ്മ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒറ്റ വാക്യം മനസ്സിലേക്കുള്ളൂ, അമ്മ. ഞാനത് മുമ്പും പലയിടത്തും പറഞ്ഞില്ല. കാരണം എനിക്ക് ചിത്രാമ്മയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെ എനിക്ക് തോന്നാറുള്ളൂ. അതാണ് നമ്മളെല്ലാവരും ചിത്രാമ്മ എന്ന് തന്നെ വിളിക്കുന്നത്. ചിത്രാമ്മ നമ്മളെ സ്വന്തം മക്കളോടോ അല്ലെങ്കിൽ സ്വന്തം കൊച്ചുമക്കളോടോ സംസാരിക്കുന്ന പോലെയാണ് നമ്മളോട് എപ്പോഴും. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വേറെ വ്യത്യാസം ഇല്ലാതെ എല്ലാവരോടും ഈക്വലായിട്ട്, എന്ന് പറഞ്ഞാൽ നമ്മുടെ 16 കണ്ടസ്റ്റൻസിനോടും ഒരു വേറെ വ്യത്യാസം ഇല്ലാതെ എല്ലാവരോടും ഒരുപോലെ തന്നെ പെരുമാറുന്നൊരു ആളാണ് ചിത്രാമ്മ. ഒരു പ്രായത്തിലൊരു ഡിഫറൻസും കാണിക്കാണ്ട് എല്ലാവരോടും ഈക്വലായിട്ട് പെരുമാറുന്ന ഒരാളാണ് ചിത്രാമ്മ. അപ്പം പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയത്തക്ക അങ്ങനെ അതല്ല ഞാൻ പറയുന്നത്. എനിക്ക് ചിത്രാമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇതാണ്. എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഇതാണ്. പാട്ട് എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരിക മിന്നടി മിന്നടി മിന്നാമിനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണെ. പാട്ട് ചിത്രാമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരിക്കും? എനിക്ക് ചിത്രാമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരികളും എല്ലാം പെട്ടെന്ന് നോർമൽ ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെ വരികളും അതിൻ്റെ ഈണവും എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് പാട്ട്. ഒരു ലല്ലബായ് ആണല്ലോ പാട്ട്. എനിക്ക് പൊതുവേ താരാട്ട് പാട്ടുകളും അച്ഛനമ്മമാരെ കുറിച്ചുള്ള പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. ഓക്കെ, അടുത്ത നമുക്ക് സിത്താര ചേച്ചി. സിത്താര ചേച്ചിയുടെ മാത്രമേ പറഞ്ഞില്ല, സിത്താര ചേച്ചിയും വിധുചേട്ടനും രണ്ടുപേരും. ഇപ്പം നേരത്തെ ചിത്രാമ്മ എന്ന് പറയുമ്പോൾ നമ്മളൊരു അമ്മയോട് എങ്ങനെ സംസാരിക്കും അതുപോലെയാണ് നമ്മൾ ചിത്രാമ്മ എടുത്ത് വിത്ത് റെസ്പെക്ട് എല്ലാ തമാശകളും പറഞ്ഞ് അങ്ങനെ. പക്ഷെ വിധുചേട്ടനും സിത്താര ചേച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്ത് മുഖൃതരൊന്നും അല്ല. നമുക്കൊരു ചേട്ടനോട് അല്ലെങ്കിൽ ഒരു ചേച്ചിയോട് നമ്മളെങ്ങനെ സംസാരിക്കും അതുപോലെ കാര്യങ്ങളൊക്കെ തുറന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന രണ്ടാൾക്കാരാണ് സിത്താര ചേച്ചി വിധുചേട്ടൻ. അതിനുള്ളൊരു സ്പേസ് അവർ നമുക്കും തരും. അതാണ് അവരെ പറ്റി പറയാനുള്ളത്. അവർക്ക് ഇനി ഏത് പാട്ടായിരിക്കും പറയാനുള്ള? അവർക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ വിധുചേട്ടന് എനിക്ക് വിധുചേട്ടൻ്റെ ഇഷ്ടമുള്ള പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ ഒന്നാണ് സുഖമാണീ നിലാവ് എന്തു സുഖമാണീ കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. സിത്താര ചേച്ചിയുടെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് ചെറാതുകൾ തോറും കുമ്പളങ്ങി നൈറ്റ്സിലെ ചെറാതുകൾ ആ പാട്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ഫൈനൽ 6 ഉണ്ടല്ലോ. ഈ ഫൈനൽ 6 ഓരോരുത്തരെ കുറിച്ചിട്ടും എന്താണ് അരവിന്ദന് പറയാനുള്ളത്? അരവിന്ദനെ മാറ്റി നിർത്തി ബാക്കി 5 പേരെ കുറിച്ചിട്ട് എല്ലാവരും പൊളിയാണെന്ന് ഞാൻ കുറെ കേട്ടു. എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിടും. എനിക്ക് ചേച്ചി വേണമെങ്കിൽ ഓരോരുത്തരുടെ പേര് വെച്ചാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ദിശയെ കുറിച്ചിട്ട്? ദിശ വെരി ഹാർഡ് വർക്കിംഗ്, കർണാട്ടിക് മ്യൂസിക്കില് ഒരു ഭയങ്കര നോളജും അത്രയധികം ട്രെയിനിങ്ങും കിട്ടിയിട്ടുള്ള, ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കര ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൊരു കുട്ടിയാണ് ദിശ. അവളുടെ തൊണ്ടയിൽ വരാത്തായിട്ടുള്ളൊരു സംഗതി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ദിശേനെ കളിയാക്കും. എന്ന് പറഞ്ഞാൽ അവള് കിടുകിടാൻ സംഗതികൾ ഓടുമല്ലോ. അപ്പോൾ സംഗതിക്ക് ഇവളെ പേടിയാന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ പറഞ്ഞ് കളിയാക്കും. കാരണം ഒരു തവണ എങ്ങാനും ആദ്യത്തവണ സംഗതി പാടുമ്പോഴേ എങ്ങാനും വന്നില്ലെങ്കിൽ പിന്നെയും 19 തവണ പിന്നെയും പാടിക്കൊണ്ടിരിക്കും. അപ്പൊ സംഗതി വിചാരിക്കും ഇപ്പോഴേ വന്നു കഴിഞ്ഞാൽ പിന്നെ വരണ്ടല്ലോ രീതിയിൽ സംഗതിക്ക് ഇവളെ പേടിയാന്ന് നമ്മള് സംഗീത രാക്ഷസി എന്നൊക്കെ ഇടയ്ക്ക് വിളിച്ചു. അതെയോ? ദിശ.